നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി രൂക്ഷമായി വിമർശിച്ച് കൊടുവള്ളി മുൻ എംഎൽഎയും CPM സഹയാത്രികനുമായ കാരാട്ട് റസാഖും രംഗത്ത് വന്നു. പി ശശിയുടെ ധിക്കാരപരവും അഹങ്കാരം നിറഞ്ഞതുമായ നിലപാട് CPM സഹയാത്രികർക്ക് യോജിക്കാൻ കഴിയുന്നതല്ല എന്ന് കാരാട്ട് റസാഖ് ഫേസ്ബുക്കിൽ കുറിച്ചു. നേരത്തെ PV അൻവർ MLAയ്ക്ക് പിന്തുണയുമായി KT ജലീൽ MLAയും രംഗത്ത് വന്നിരുന്നു. ഇതോടെയാണ് പി ശശിയെ ഉന്നം വെച്ച് അൻവർ ഒറ്റയ്ക്കല്ല രംഗത്തുള്ളത് എന്ന് വ്യക്തമാകുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾക്കിടെയാണ് പി ശശിക്കെതിരെ ഗുരുതരമായ ആരോപണമുണ്ടായത്. പോലീസ് തലപ്പത്ത് ADGP അജിത് കുമാറിനെതിരെ കൊലപാതകമടക്കമുള്ള അതീവ ഗുരുതര കുറ്റങ്ങൾ ആരോപിച്ച അൻവർ ADGPയെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാജയപ്പെട്ടു എന്നും ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രി വിശ്വസിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പി ശശി ഗുരുതര വീഴ്ച വരുത്തിയെന്നും അൻവർ പറഞ്ഞു. അൻവറിന് പിന്നാലെ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നും ഒരു അധികാരപദവിയും വേണ്ടെന്നും KT ജലീൽ വ്യക്തമാക്കിയിരുന്നു. ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നുകാട്ടുമെന്നും അതിനായി ഒരു പോർട്ടൽ തുടങ്ങുമെന്നുമാണ് ജലീൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. നേരത്തെ PV അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ജലീൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് വായനയിലും എഴുത്തിലും പ്രഭാഷണത്തിലും മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കാനുള്ള ശ്രമത്തിലാണ് താനെന്ന് നേരത്തെ KT ജലീൽ അറിയിച്ചിരുന്നു. പാർലമെന്ററി പ്രവർത്തനവും എഴുത്തും ഒരുമിച്ച് കൊണ്ടുപോകാൻ നന്നേ പാടാണ്. പലപ്പോഴും റഫറൻസിന് സമയം തികയാതെ വരും. ഇനിയെല്ലാം വേഗത്തിലാക്കണം. ജീവിതത്തിൻ്റെ സിംഹഭാഗവും പിന്നിട്ടു. നടന്നു തീർത്ത വടിയോളം വരില്ല താണ്ടാനുള്ള ദൂരം എന്നും ജലീൽ പറഞ്ഞിരുന്നു. അതേസമയം PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പി ശശിയെ മാറ്റണം എന്ന നിലപാടിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തിയതായി ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ശശിക്കെതിരെയും ഗുരുതര ആരോപണമാണ് അൻവർ ഉന്നയിച്ചത്. ഈ വിഷയത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. ഈ സാഹചര്യത്തിൽ ശശിയെ മാറ്റണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. അന്വേഷണ സാഹചര്യത്തിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദവിയിൽ ശശി ഇരിക്കുന്നത് അന്വേഷണത്തിന് എതിരെ പ്രതിപക്ഷ വിമർശനത്തിന് കാരണമാകും. അതുകൊണ്ട് ശശിയെ മാറ്റിയുള്ള അന്വേഷണം അനിവാര്യം എന്ന നിലപാടിലാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി എന്നറിയുന്നു. എന്നാൽ ഈ നിർദ്ദേശം മുഖ്യമന്ത്രി അംഗീകരിക്കുമോ എന്നറിയില്ല. ശശിയെ നിയമിച്ചത് CPM സംസ്ഥാന സമിതിയാണ്. അൻവറിൻ്റെ ആരോപണത്തെ തുടർന്ന് SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയും നഷ്ടമാകും. ഈ സാഹചര്യത്തിൽ ശശിക്കെതിരെയും നടപടി വേണം എന്നാണ് CPMൻ്റെ പൊതു നിലപാട്. എല്ലാ വിഷയത്തിലും പാർട്ടിയും സർക്കാരും അന്വേഷണം നടത്തുമെന്ന് MV ഗോവിന്ദൻ നേരത്തെ അറിയിച്ചിരുന്നു. അൻവറിൻ്റെ ആരോപണത്തെ അദ്ദേഹം തള്ളുകയും ചെയ്തില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്ന ആരോപണത്തെയും CPM സംസ്ഥാന സെക്രട്ടറി ഗൗരവത്തോടെ കാണുന്നു എന്നതാണ് വസ്തുത. അതിവേഗം തെറ്റുതിരുത്തലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അനിവാര്യതയാണ് എന്ന നിലപാടിലാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി സമ്മേളനകാലത്തെ വിവാദങ്ങൾക്കും അണികൾക്കും നേതാക്കൾക്കുമെല്ലാം ആശങ്കയും പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നതാണ് ഇപ്പോൾ ഉള്ള സംഭവവികാസങ്ങൾ. ഒപ്പം പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളെ EP ജയരാജൻ വിഷയവും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ EPയെ അനുകൂലിച്ചും EPയെ പ്രതികൂലിച്ചും നിരവധി അംഗങ്ങൾ രംഗത്ത് വന്നു. ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ തന്നെ അൻവർ MLA ഉന്നയിച്ച വിഷയവുമാണ് വ്യാപക ചർച്ചയാകുന്നത്. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ വിഷയങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് വേണ്ട നടപടി എടുക്കും എന്നാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്നത്. CPM ശരിക്കും ഒരു പ്രതിരോധത്തിലാണ് പല വിഷയങ്ങളിൽപ്പെട്ട്. പലതിനും കൃത്യമായ ഉത്തരമില്ല CPMനും പാർട്ടി സെക്രട്ടറിക്കും എന്നതും മറ്റൊരു പ്രതിസന്ധിയാണ്.